അങ്ങനെ കേരള രാഷ്ട്രീയത്തിലും താമരക്കാലം. വോട്ടെണ്ണൽ പൂർത്തിയാകും മുമ്പേ തൃശൂരിൽ സുരേഷ് ഗോപി 70,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും താമര വിരിയാനാണ് സാധ്യത. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ 12,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി. എന്നാൽ ഒടുവിൽ തൃശൂരങ്ങ് എടുത്തു എന്ന് സുരേഷ് ഗോപി വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ മധുരമുള്ള വിജയമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്. വടകരയിൽ നിന്നും തൃശൂരിലെത്തിയ UDFന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി K മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ കണ്ടതുപോലെ കേരളത്തിൽ വൻ തകർച്ചയാണ് LDFന് സംഭവിച്ചിരിക്കുന്നത്. ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം കേന്ദ്രത്തിൽ NDA ഇന്ത്യ സഖ്യവുമായി ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം NDAയോട് തുല്യശക്തിയിൽ പൊരുതി മുന്നേറുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് 10 മാറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെയായിരുന്നു ഏറ്റവും വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നിരുന്നത്. മാതാവിനെ സുരേഷ് ഗോപി വഴിപാടായി നടത്തിയ സ്വർണ്ണ കിരീടത്തിൽ സ്വർണം കുറവാണെന്നും ചെമ്പാണ് കൂടുതലെന്നും വരെ പറഞ്ഞ് ഇടതു വലതു മുന്നണികൾ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ചുരിഞ്ഞിരുന്നു. കഥകളി നടൻ ഗോപി ആശാന് പത്മപുരസ്കാരം ഓഫർ ചെയ്തു എന്ന് പറഞ്ഞു മറ്റൊരു ആക്ഷേപം. പാർട്ടി പ്രവർത്തകരെ വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ആക്ഷേപം. ചികിത്സാ സഹായം ചോദിച്ചു വന്ന അമ്മയ്ക്കും മകൾക്കും സഹായം നിഷേധിച്ചുവെന്നും ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിക്കാൻ പറഞ്ഞുവെന്നുമുള്ള മറ്റൊരു ആക്ഷേപം. കോഴിക്കോട് മാധ്യമപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന മറ്റൊരു നട്ടാൽ കുരുത്ത നുണ. ഇതൊക്കെ ഇപ്പോൾ തൃശൂരിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയത് എന്നാണ് കരുതുന്നത്. ഇവിടെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ്. കരുവന്നൂരിലെ ബാങ്ക് കൊള്ള മുതൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വരെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായകരമായിട്ടുണ്ടെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.